US ഉൽപ്പന്നങ്ങൾക്ക് തീരുവ പൂജ്യമാക്കുമെന്ന പ്രഖ്യാപനം പാർലമെന്റിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെടും. വ്യാപാര കരാർ വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമാകാനാണ് സാധ്യത. കോൺഗ്രസ് എംപിമാരുടെ യോഗം 10:30-നും NDA യോഗം 9:30-നും നടക്കും. ബി ബാലഗോപാലുണ്ട് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാനായി നമുക്കൊപ്പം. ബാലഗോപാൽ, ഗുഡ് മോർണിംഗ്. സഭ ഇന്നും പ്രക്ഷുബ്ധമാകാനുള്ള സാഹചര്യമാണ്, സാധ്യതയാണ് മുന്നിൽ കാണുന്നത് അല്ലേ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉന്നയിക്കപ്പെടുക? മോദി, ഗുഡ് മോർണിംഗ്. ഇന്നും പാർലമെന്റ് നടപടികൾ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യ അമേരിക്ക ഈ വ്യാപാര കരാർ സംബന്ധിച്ചുള്ള വിഷയം അതിശക്തമായി പാർലമെന്റിൽ ഉന്നയിക്കുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഏറെക്കുറെ ഉണ്ടായിരിക്കുന്ന ധാരണ. കാരണം ഈ കരാറിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ 0 തിരുവ അഥവാ തിരുവരഹിതമായ ഒരു സാഹചര്യം എന്നാണ് ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത്. പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയോ തന്നെ ഇക്കാര്യത്തിൽ സഭയിൽ നിലപാട് വ്യക്തമാക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുവാനാണ് ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുള്ളത്. അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന തരത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയ ഒരു സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ പാർലമെന്റിന്റെ 2 സഭകളിലും ശക്തമായി ഉന്നയിക്കുവാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വ്യാപാര കരാർ നിലവിൽ വരികയാണെങ്കിൽ ഇന്ത്യയിലെ പല മേഖലകളെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന ഒരു നിലപാടിലാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് രാവിലെ 10:30-ന് ഈ കോൺഗ്രസ് എംപിമാരുടെ യോഗം ചേരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ വെച്ചായിരിക്കും പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾക്ക് അന്തിമ രൂപം നൽകുന്നത്. ഇതിനിടെ NDAയുടെ യോഗം ഇപ്പോൾ പാർലമെന്റ് മന്ദിരത്തിൽ നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രി ഈ യോഗത്തിൽ സംസാരിക്കുമെന്നാണ് അറിയുന്നത്.